Good afternoon, children. The next concept of this lesson is the impact of flood. You know that the flood of 2018, the destructions and also the damages caused by the flood of 2018, it can never be really estimated. നമുക്ക് ഒരിക്കലും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഡിവാസ്റ്റേറ്റിംഗ് ഇഫക്റ്റ് ഓൺ ഓൾ ദ സെക്ടേഴ്സ്. ഒരു സെക്ടറിൽ മാത്രമല്ല എല്ലാ മേഖലകളെയും അഫക്റ്റ് ചെയ്ത ഒരു വെള്ളപ്പൊക്കമായിരുന്നു 2018 വെള്ളപ്പൊക്കം. ഇറ്റ് ടുക്ക് അവേ ഹൺഡ്രഡ്സ് ഓഫ് ലൈവ്സ്. അതുപോലെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച വെള്ളപ്പൊക്കമായിരുന്നു. ദ ലാൻഡ്, എൻവയോൺമെന്റ് ആസ് വെൽ ആസ് ദ ലൈഫ് ഫോംസ് ഇൻക്ലൂഡിംഗ് മാൻ were subjected to the flood of 2018. ആരൊക്കെയായിരുന്നു? ഭൂമിക്കും അതുപോലെ തന്നെ പ്രകൃതിയെയും അതുപോലെ തന്നെ മനുഷ്യന്മാരെ ഒട്ടാകെ ബാധിച്ച ഫ്ലഡായിരുന്നു 2018. ആർക്കൊക്കെ നാശം? ഭൂമിയിൽ മാത്രമല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായത്, പ്രകൃതിയെ പ്രതികൂലമായി ബാധിച്ചു, അതുപോലെ മനുഷ്യ ജീവിതത്തെയും പ്രതികൂലമായി ബാധിച്ച ഫ്ലഡായിരുന്നു 2018, ഓൾസോ 2019. Then how it is affected, or what was the impact of the flood of 2018? First one, the management of the water reservoirs. You know that the water holding up, there are 57 dams, large dams in Kerala, isn't it? 57 വലിയ ഡാമുകളുണ്ട്. അതിലേക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ബിയോണ്ട് ദ കപ്പാസിറ്റി ആയി മാറി. എക്സസ് റെയിൻ ആണ് കാരണം. ഓഗസ്റ്റ് 1 തൊട്ട് ഓഗസ്റ്റ് 19 വരെ പെയ്ത മഴ എന്ന് പറഞ്ഞാൽ എന്താണ്? It was excess rainfall. See, the management of water reservoirs. You have seen the amount of water received between 1st August 2018 and 19 August 2018. നിങ്ങൾക്കറിയാം എത്രത്തോളം മഴ ലഭിച്ചു എന്ന്. Within this period, torrential rains occurred between 15 and 17 August. അല്ലെ, അതിൽ പേമാരി, കൊടും പേമാരിയായിട്ട് പെയ്ത ദിവസങ്ങളാണ് 15, 16, 17 ഓഗസ്റ്റില് 2018. അല്ലെ, ഈ ചാപ്റ്ററിലെ 2018 കാര്യം മാത്രമേ പറയുന്നുള്ളൂ. 2019 ഇതിലും വലുതായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദിസ് ലെസൺ. ഓക്കെ, സോ ദ ഡിസ്ചാർജ് ഓഫ് വാട്ടർ ടു ദ റിസർവിയേഴ്സ് ഫോളോയിങ് ദീസ് റെയിൻ വാസ് ബിയോണ്ട് ദെയർ കപ്പാസിറ്റീസ്. ഈ 2018 വെള്ളപ്പൊക്കം കാരണം ഉണ്ടായ അധികമായ ജലം അത് ഹോൾഡ് ചെയ്തേക്കാന് എന്തിനുകൂടി കഴിയാത്തതായിരുന്നു നമ്മുടെ വാട്ടർ റിസർവിയേഴ്സിന്. ഇറ്റ് വാസ് ബിയോണ്ട് ദ കപ്പാസിറ്റി ഓഫ് ദ വാട്ടർ റിസർവിയേഴ്സ്. So what happened? The discharged water raised the water to the dangerous levels of the reservoirs. അതുകൊണ്ട് തന്നെ വാട്ടർ റിസർവിയേഴ്സിലെ വെള്ളം അപകടകരമാം വിധം ഉയർന്നു. Due to the rain from 1st August to 19 August 2018. To manage the excess water, what they did, that is to manage the excess water in the reservoirs, 37 dams were opened. 37 ഡാമുകൾ തുറന്നു. ഇടുക്കിയിലെ 5 ഷട്ടേഴ്സ്. The next impact of the flood of 2018, it was that landslides. How it is affected? See, the topography of Kerala in such a way that it slopes from west to east. എവിടെ നിന്നാണ്? ടോപ്പോഗ്രഫി ഓഫ് കേരള, യു നോ ദാറ്റ് ഈസ് ഹൈലാൻഡ്, ലോലാൻഡ്, മിഡ്ലാൻഡ്, ആൻഡ് ഇറ്റ് സ്ലോപ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അല്ലെ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ന്യൂമറസ് ഹിൽസ് ആൻഡ് സ്റ്റീപ്പ് മൗണ്ടെയിൻസ് ആർ സിറ്റുവേറ്റഡ് ഹിയർ. അതുപോലെ തന്നെ ഒരുപാട് കുന്നുകളും അല്ലെ കുത്തനെയുള്ള പർവ്വതങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അതുപോലെ ഇക്കോളജിക്കലി എന്താന്നാ പറഞ്ഞ ഫ്രഗൈൽ, പാരിസ്ഥിതികമായി വളരെ ദുർബലമായിട്ടുള്ള സ്ഥലങ്ങൾ. മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ആർ ഇക്കോളജിക്കലി ഫ്രഗൈൽ. ദ റെയിൻസ് ഇൻ ഇടുക്കി ആൻഡ് വയനാട് കോസ്റ്റൽ ലാൻഡ് സ്ലൈഡ്സ്. അല്ലെ, ഇടുക്കിയിലും വയനാട്ടിലൊക്കെ എന്തുണ്ടായി? ഉരുൾപൊട്ടലുണ്ടായി. ആസ് പെർ ദ എസ്റ്റിമേറ്റ്സ്, ലാൻഡ് സ്ലൈഡ്സ് were reported from 381 places out of the 155 were in ഇടുക്കി. 381 പ്ലേസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലാൻഡ് സ്ലൈഡ്. അതിൽ 158 എവിടെ നിന്നായിരുന്നു എന്നാ പറഞ്ഞ വേറെ ഇടുക്കി. ആൻഡ് 56 were in വയനാട്. അപ്പൊ കൂടുതലായിട്ട് ലാൻഡ് സ്ലൈഡ് നടന്ന 2 ജില്ലകളായിരുന്നു, ഒന്ന് ഇടുക്കിയും അതുപോലെ തന്നെ ഒന്ന് വയനാടും. ലാൻഡ് സ്ലൈഡ്സ് were occurred 38 places. ഓക്കെ, എത്ര? 38 സ്ഥലങ്ങളിൽ നടന്നു. തൃശൂർ, 38 places in തൃശൂർ, അതുപോലെ 37 places in മലപ്പുറം, 27 places in പാലക്കാട്. അല്ലെ, എവിടേക്കായിരുന്നു? അതായത് 38
സ്ഥലങ്ങളിൽ തൃശ്ശൂരില്, അതുപോലെ 37 സ്ഥലങ്ങളിൽ മലപ്പുറത്ത്, 27 സ്ഥലങ്ങളിൽ പാലക്കാട്. ദിസ് റിസൾട്ടഡ് ഇൻ ദ ലാർജ് സ്കെയിൽ ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ. ലാൻഡ് സ്ലൈഡ് കൊണ്ട് നമുക്കറിയാം അല്ലെ, വളരെ വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് TV-യിൽ ഇങ്ങനെ ഇടയ്ക്ക് കാണിച്ചു തന്നിരുന്നു നമുക്ക് അല്ലെ, ആ ഉണ്ടാകുന്ന പിന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് കണ്ടിരുന്നു. Next is that the next impact of the flood of 2018, it was that it affected in agricultural sector. The agricultural sector was wholly affected by the flood of 2018. Wholly affected means completely affected. കാർഷിക മേഖലയെ മുഴുവനായിട്ടും ബാധിച്ച വെള്ളപ്പൊക്കമാണ് 2018. 10.80 lakh farmers were ഡയറക്ട്ലി അഫക്റ്റഡ്. ഡയറക്റ്റ് ആയിട്ട് ഫാർമേഴ്സിനെ അഫക്റ്റ് ചെയ്ത് എത്ര ഫാർമേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്തു? 10.80 ലാക്ക് ഫാർമേഴ്സ്. ഓക്കെ, 10.80 ലക്ഷം ഫാർമേഴ്സിനെ, കൃഷിക്കാരെ അഫക്റ്റ് ചെയ്തു. ക്രോപ്സ് ഓവർ 2,36,650 ഹെക്ടേഴ്സ്. എത്ര ഹെക്ടേഴ്സ് വിള നശിച്ചു എന്നാണ് പറയുന്നത്? 2,36,650 ഹെക്ടർ കാർഷിക വിള നശിച്ചു. അതുപോലെ പറയേണ്ട 51,194 ഹെക്ടർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് വർ ഫിൽഡ് വിത്ത് ഗാർബേജ് ആൻഡ് അതർ വേസ്റ്റ് ബ്രോട്ട് ഡൗൺ ബൈ ദ ഫ്ലഡ് ഓഫ് വാട്ടർ. നിങ്ങൾക്കറിയാം വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഏരിയ ഒക്കെ എത്ര വേസ്റ്റ് കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതേപോലെ എല്ലാ പാഡി ഫീൽഡിലും അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്തുകൊണ്ട് നിറഞ്ഞു? ദാറ്റ് ഈസ് ഗാർബേജ് ആൻഡ് അതർ വേസ്റ്റ് ബ്രോട്ട് ബൈ ദ ഫ്ലഡ് ഓഫ് 2018. ഇറ്റ് നെഗറ്റീവ്ലി 3.15 lakh farmers. ദാറ്റ് ഈസ് ഇറ്റ് നെഗറ്റീവ്ലി അഫക്റ്റഡ്. നെഗറ്റീവ്ലി അഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ ബാധിക്കാത്ത ഫാർമേഴ്സും ഉണ്ട്. ബാധിച്ച ഫാർമേഴ്സ് എത്രയാണ് നമ്മൾ പറഞ്ഞു അല്ലെ? 10.80 ഡയറക്ട്ലി അഫക്ട് ചെയ്ത്. നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്ത് എത്രയെന്ന് പറഞ്ഞാൽ 3.15 lakh farmers. The crops such as cardamom, pepper, paddy, plantain and vegetables were severely affected by the flood. അല്ലെ, കുരുമുളകായാലും അതുപോലെ തന്നെ ഏലക്കയായാലും പാഡി ആയാലും പ്ലാന്റെയിൻ ആയാലും വെജിറ്റബിൾസ് ആയാലും എല്ലാത്തിനെയും അഫക്ട് ചെയ്ത ഫ്ലഡായിരുന്നു 2018. നെക്സ്റ്റ് ഈസ് ഡൊമസ്റ്റിക് ആനിമൽസ്, വളർത്തുമൃഗങ്ങളെ അല്ലെ. ദ ഡൊമസ്റ്റിക് ആനിമൽസ് സച്ച് ആസ് കൗ, ഗോഡ്, ബഫലോ, കാൾസ്, ഡോഗ്സ്, ഹെൻസ് ആസ് വെൽ ആസ് ന്യൂമറസ് അതർ ലിവിംഗ് ബീയിങ്സ് ലോസ് ദെയർ ലിവ്സ്. കാരണം അവരുടെ ഒന്നും ജീവൻ എടുക്കാൻ അല്ലെ കൊണ്ടുപോകാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് ഡൊമസ്റ്റിക് ആനിമൽസിന്റെ ജീവൻ നഷ്ടപ്പെട്ട വെള്ളപ്പൊക്കം. ദ ടോൾ ഈസ് സോ ഹൈ ദാറ്റ് ദ ആക്യുറേറ്റ് എസ്റ്റിമേഷൻ ഇസ് ഇംപോസിബിൾ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറേഷൻ ആയിട്ടുള്ള അല്ലെ ഒരു ആക്യുറേറ്റ് എസ്റ്റിമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എത്രത്തോളം ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ് മരിച്ചു പോയിട്ടുണ്ട് അല്ലെ ചത്തു പോയിട്ടുണ്ട് ഈ വെള്ളപ്പൊക്കത്തിൽ എന്നുള്ളതുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ. നെക്സ്റ്റ് ഈസ് ഡെത്ത് ടോൾ. ഡെത്ത് ടോളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മരണനിരക്ക് എത്രത്തോളമായിരുന്നു? Children, what was the death toll of the flood of 2018? The southwest monsoon in 2018 affected in 3 stages. First one is that stage 1. Stage 1 means 3 ഘട്ടങ്ങളായിട്ടാണ് മരണനിരക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റുക. ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്റ്റേജ് 1, it was from 29 May to 8 July. Okay. Second stage from 9 July to 7 August. And third one from August 8 to 19. That already we discussed. These are the 3 stages. Or these were the 3 stages to calculate the death toll of 2018. As per the estimates, 513 people lost their lives between 29 May 2018 and 30 January 2019. Okay. 513 ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഏത് തൊട്ടേത് വരെ എന്നാ പറഞ്ഞ 2018 29 മെയ് മുതൽ 30 ജാനുവരി 2019 വരെയുള്ള കണക്കാണ്. 513 ആളുകളുടെ ജീവൻ അപഹരിച്ച വെള്ളപ്പൊക്കമായിരുന്നു. ഓഫ് ദിസ് 208 were drowned. 208 ആളുകൾ എന്താ ചെയ്തത്? മുങ്ങി മരിക്കുകയുണ്ടായത്. 152 died in landslide. 152 ആളുകൾ ഉരുൾപൊട്ടലിലാണ് മരിച്ചത്. ആൻഡ് 153 died by other means. വേറെയുള്ള രീതികളിലൊക്കെ മരിച്ച ആളുകളാണ് ഏത്? 153 ആളുകൾ. സോ
സോഴ്സ് ഓഫ് ദിസ് ഇൻഫർമേഷൻ ഇറ്റ് വാസ് പ്രളയം 2018, ഒരു ഓർമ്മ പുസ്തകം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, പബ്ലിക് റിലേഷൻ, ഗവൺമെന്റ് ഓഫ് കേരള. ഇതിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് നമുക്ക് ഫ്ലഡിനെ കുറിച്ചിട്ടുള്ളത്. എന്താണ് ആ ബുക്കിന്റെ പേര്? ദാറ്റ് ഈസ് സോഴ്സ് എന്ന് പറയുന്നത് പ്രളയം 2018, ഒരു ഓർമ്മ പുസ്തകം. 513 ആളുകളുടെ ജീവൻ അപഹരിച്ചതായിരുന്നു. അതില് 208 പേർ മീൻസ് 208 പേർ ഡ്രൗണ്ട് അല്ലെ, 208 ആളുകള് മുങ്ങി മരിക്കേണ്ടായത്, 152 ആളുകൾ ഉരുൾപൊട്ടലിൽ മരിച്ചു, 153 ആളുകള് വേറെയുള്ള രീതികളിൽ മരിച്ചവരാണ്. It was the death toll of the flood of 2018.